ഹായ് എവ്രി വൺ. 2023 നടന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2025 വരുന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനും അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനും യൂസ്ഫുൾ ആവുന്ന ഡിസ്കഷൻ ആയിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ഡിസ്കഷൻ പാർട്ടിലേക്ക് പോവാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് കാർബോകാറ്റയോൺ ഹാസ് ഗ്രേറ്റർ ഹൈപ്പർ കോൺജുഗേഷൻ ഇന്ററാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഹൈപ്പർ കോൺജുഗേഷൻ ആരൊക്കെ കാണിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. 3 സിസ്റ്റങ്ങളാണ് ഹൈപ്പർ കോൺജുഗേഷൻ ഷോ ചെയ്യുന്നത്. ഒന്ന് കാർബോകാറ്റയോൺ ആണ്, രണ്ടാമത്തത് കാർബൺ ഫ്രീ റാഡിക്കൽ ആണ്, മൂന്നാമത്തത് എന്ന് പറയുന്നത് ആൽക്കീൻ അല്ലെങ്കിൽ ആൽക്കൈൻ സിസ്റ്റം ആണ്. രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കുക, ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് എ സ്റ്റെബിലൈസിങ് ഇന്ററാക്ഷൻ. എത്രത്തോളം ഹൈപ്പർ കോൺജുഗേഷൻ സ്ട്രക്ചേഴ്സ് പോസിബിൾ ആണോ അത്രത്തോളം സ്റ്റെബിലിറ്റി മോളിക്യൂളിന് കൂടും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. ഹൈപ്പർ കോൺജുഗേഷൻ ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ആൽഫ ഹൈഡ്രജൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദ സിസ്റ്റം. എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? ഇവിടെ ആൽഫ കാർബൺസ് ഇല്ല, അതുകൊണ്ട് ആൽഫ ഹൈഡ്രജൻസും ഇല്ല. അങ്ങനെയാണെങ്കിൽ 0 ആൽഫ ഹൈഡ്രജൻ എന്നെനിക്ക് എഴുതാൻ പറ്റും. ഇവിടെയാണെങ്കിലോ ഇതാണ് നമ്മുടെ സിസ്റ്റം അല്ലേ, CH2+. ഇവിടെയാണെങ്കിൽ 3 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഓപ്ഷൻ സി നോക്കുകയാണെങ്കിൽ ഞാൻ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വരയ്ക്കാം. CH3 എന്ന് വരയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടാവും. എത്രയുണ്ടാവും? 9 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടാവും. പ്ലസ് ഇവിടെയാണെങ്കിലോ ഓപ്ഷൻ ഡി നോക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും 6 ആൽഫ ഹൈഡ്രജൻ ആയിരിക്കും. അപ്പോൾ എവിടെയായിരിക്കും ഗ്രേറ്റർ ഇന്ററാക്ഷൻ വരുന്നത്? ഇവിടെയായിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ആൽക്കീൻ സിസ്റ്റം ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണെങ്കിൽ ഞാൻ ബ്യൂട്ട് 1 ഒന്ന് വരക്കാം. ദിസ് ഇസ് ബ്യൂട്ട് 1 ആൻഡ് ദിസ് ഇസ് ബ്യൂട്ട് 2 ഇനി ഇവരിൽ നിങ്ങളോട് ചോദിക്കുകയാണ് ഇയാളിൽ ആരാണ് സ്റ്റേബിൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സിസ്റ്റം. ദിസ് ഇസ് യുവർ ആൽക്കീൻ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആൽഫ ഹൈഡ്രജൻസ് ഉണ്ട്? യെസ്, ഇവിടെ 2 ആൽഫ ഹൈഡ്രജൻസ് ആണ്. ഇവിടെയാണെങ്കിൽ 6 ആൽഫ ഹൈഡ്രജൻസ് ഉണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും എവിടെയാണ് കൂടുതലുള്ളത്? 6 ആൽഫ ഹൈഡ്രജൻസ്. അപ്പോൾ ഇവരായിരിക്കും കുറച്ചുകൂടെ സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്നു ടെർമിനൽ ആൽക്കീൻസ് ആർ ലെസ് സ്റ്റേബിൾ. അതിൻ്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഹൈപ്പർ കോൺജുഗേറ്റീവ് സ്ട്രക്ചർ എന്താണ്? കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ടെർമിനൽ ആൽക്കീൻസ് ആർ ലെസ് സ്റ്റേബിൾ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എക്സ്റ്റൻഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ട്രാൻസിഷൻ എലമെന്റ് വിച്ച് ഗിവ്സ് ഓൺലി +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. സ്കാൻഡിയം ആണ്. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ആർഗൺ ഉണ്ടാവും. 4s2 3d1 ആണെങ്കിൽ ഇവരെന്തായിരിക്കും? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. 3D സീരീസിൽ ഇവർ ജനറലി ഈ ട്രാൻസിഷൻ എലമെന്റ് ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ദേ ഷോസ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബട്ട് സ്കാൻഡിയം ഓൺലി ഷോസ് വാട്ട്? +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഓർത്ത് വെക്കുക. അതേപോലെ സിങ്ക് ഓൺലി ഷോസ് വാട്ട്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് NCERT നിന്നുള്ള ഒരു പിക്ക് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക നിങ്ങൾ. സ്കാൻഡിയം എന്താണ്? +3 ആണ്. സിങ്ക് എന്താണ്? +2 ആണ്. 1-2 കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് 3D സീരീസ് ആണ് കേട്ടോ. 3D സീരീസിൽ മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് Mn ആണ്, +7. KMnO4 ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. KMnO4ന്റെ കളർ നിങ്ങൾ മനസ്സിലാക്കുക, പർപ്പിൾ പിങ്ക് ആയിരിക്കും. ദ കളർ ഈസ് പർപ്പിൾ പിങ്ക് ബിക്കോസ് ഓഫ് വാട്ട്? ചാർജ് ട്രാൻസ്ഫർ റിയാക്ഷൻസ് ആയിരിക്കും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് 3D സീരീസിലല്ല, അലോങ് ദി D ബ്ലോക്ക്, കംപ്ലീറ്റ് D ബ്ലോക്ക് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആരാണ് മാക്സിമം ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? റുത്തേനിയവും ഓസ്മിയവുമാണ് കേട്ടോ. ഓസ്മിയം ടെട്രോക്സൈഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. +8 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരെ കാണിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദി ഫോളോയിങ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് മെറ്റാലിക് ക്യാരക്ടർ. നോക്കൂ, എന്താണ് മെറ്റാലിക് ക്യാരക്ടർ? എന്താണ് മെറ്റൽസിന്റെ പെർട്ടിക്കുലാരിറ്റി? മെറ്റൽ tends to lose electrons very easily. വളരെ എളുപ്പത്തിൽ നിങ്ങൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും നല്ല മെറ്റാലിക് ക്യാരക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലേ അയണൈസേഷൻ എന്താൽപ്പി എന്തായിരിക്കും? വെരി ലെസ് ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കറിയാം അയണൈസേഷൻ എന്താൽപ്പി ഡൗൺ ദ ഗ്രൂപ്പ് വാട്ട് ഹാപ്പൻസ്?
down the group decreases. And along the period, what happens? Along the period, it increases എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ഇതല്ലേ ലിഥിയം ഫസ്റ്റ് ഗ്രൂപ്പ്, ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം, റുബീഡിയം. അതായത് റുബീഡിയത്തിന് എന്തായിരിക്കും ഏറ്റവും കുറവ് അയണൈസേഷൻ എന്താൽപ്പി ആയിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. നോക്കൂ, റുബീഡിയം, സോഡിയം, ഇവിടെ എന്തായിരിക്കും ബെറിലിയം, മഗ്നീഷ്യം, ഇങ്ങനെയൊക്കെയാണ് വരിക അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഹൈബ്രിഡൈസേഷൻ ഓഫ് BRF5 മോളിക്യൂൾ ആണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, ലെക്ചേഴ്സിലൊക്കെ പറഞ്ഞതാണ് BRF5. നോക്കൂ, BRൽ നിങ്ങൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. BRൽ വാലൻസ് ഇലക്ട്രോൺ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഹാലജൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ 7 വാലൻസ് ഇലക്ട്രോൺ ആണ് ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ഇനി അങ്ങനെയാണെങ്കിൽ ബ്രോമിൻ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നതെന്നും നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ വരയ്ക്കുക. ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിക്കുന്നത്. 3 എണ്ണമായല്ലോ, പിന്നെ 4 ആയി, പിന്നെന്തായി 5 ആയി. ഇനി വാലൻസ് ഇലക്ട്രോൺ എത്ര എണ്ണം ബാക്കിയുണ്ട്? 5 സിഗ്മ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. ഇനി എത്ര വാലൻസ് ഇലക്ട്രോൺ ബാക്കിയുണ്ട്? ഓഫ് കോഴ്സ് 2 വാലൻസ് ഇലക്ട്രോൺ ബാക്കിയുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ലോൺ പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും? ലോൺ പെയർ ആയിട്ട്. അതായത് 5 ഇലക്ട്രോൺ ഇവിടെ യൂസ് ചെയ്തു, 2 എണ്ണം ലോൺ പെയർ ആയിട്ടും യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഞാൻ പറയാം. ഹൈബ്രിഡൈസേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. നമ്പർ ഓഫ് ലോൺ പെയർ എത്ര സിഗ്മ ബോണ്ടാണ്? 5 സിഗ്മ ബോണ്ടാണ് അല്ലേ. ലോൺ പെയർ എത്രയാണ്? ഒരു ലോൺ പെയർ ആണ്, വിച്ച് മീൻസ് 6 ആണെങ്കിൽ എന്തായിരിക്കും? sp3d2. അതായത് 3 ആണ് വരുന്നതെങ്കിൽ ഒരു എസ് 2 പി sp2. 4 ആണെങ്കിൽ sp3 ഒരു എസ് 3 പി. അങ്ങനെ 6 ആണെങ്കിൽ എന്തായിരിക്കും? sp3d2 എന്നുള്ള രീതിയിൽ വരും. ഇനി 5 ആണെങ്കിലോ അതും കൂടെ നമുക്ക് പറഞ്ഞേക്കാം, sp3d ആയിരിക്കുമല്ലോ. ഇവിടെ കിട്ടിയിരിക്കുന്നത് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ sp3d2 വരും. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്? അപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു മെറ്റൽ ഉണ്ടാവും, മെറ്റൽ സർഫസിൽ സ്യൂട്ടബിൾ ലൈറ്റ് ഓഫ് സ്യൂട്ടബിൾ ഫ്രീക്വൻസി വന്ന് ഇടിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്ത് എമിറ്റ് ചെയ്യപ്പെടും? ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്ത് സിമ്പിളായിട്ട് എന്ത് പറയുന്നത്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ ത്രഷോൾഡ് ഫ്രീക്വൻസി, ഇതിൻ്റെ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നുമല്ല നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് മെറ്റൽസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ എമിറ്റ് ചെയ്യണം അല്ലേ. അതായത് പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന മെറ്റൽ ആയിരിക്കത്തില്ലേ നല്ല രീതിയിൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കാണിക്കുക. അതായത് മെറ്റൽ ഷുഡ് ലൂസ് ഇലക്ട്രോൺ വെരി ഈസിലി അല്ലേ. അപ്പോൾ ഈ മെറ്റലിൽ ആരായിരിക്കും ഏറ്റവും നന്നായി ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക? ഓഫ് കോഴ്സ് ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. ഇതിൻ്റെ റീസൺ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ലെഫ്റ്റ് ടു റൈറ്റ് പോവുകയാണെങ്കിൽ മെറ്റാലിക് ക്യാരക്ടർ എന്താവും? ഡിക്രീസ് ചെയ്യും. മെറ്റാലിക് ക്യാരക്ടർ ഡിക്രീസസ്. അപ്പോൾ ഏറ്റവും ലെഫ്റ്റിലുള്ളത് ആരാണ്? ആൽക്കലി മെറ്റലാണ് അല്ലേ. ദിസ് ഇസ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 ആൽക്കലി മെറ്റലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി ആൽക്കലി മെറ്റൽസ് വരും. നൗ ദ 7th വൺ. ഇതെപ്പോഴും ചോദിക്കുന്നതാണ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് തരും. എന്താണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ? വിച്ച് ഹാസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഇവരുടെ അയോണിക് റേഡിയയുടെ ബേസിസിൽ നിങ്ങളോട് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒറ്റ കാര്യം ആലോചിക്കുക, ആനയോണിന് കാറ്റയോണിനേക്കാളും റേഡിയസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ആനയോണിന് കാറ്റയോണിനേക്കാൾ റേഡിയസ് കൂടുതലായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഓപ്ഷൻ ബി ആയിരിക്കും. ഓക്കെ. പിന്നീട് ഒരു കാര്യം കൂടെ ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, എഫ് മൈനസും O2 മൈനസും ആർക്കാണ് അയണിക് റേഡിയസ്? ഗ്രേറ്റർ ദ ചാർജ്. ആനയോണിന് ഗ്രേറ്റർ ദ ചാർജ്. ആനയോണിൻ്റെ കേസാണ് പറയുന്നത്. ആനയോണിന് ഗ്രേറ്റർ ദ ചാർജ്, greater will be the ionic radii. Greater the ionic radii. Okay. ഇനി കാറ്റയോൺ ആണെങ്കിലോ Mg2+ ലെസ് ദാൻ Na+. കാറ്റയോണിൻ്റെ കേസ് ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. ഗ്രേറ്റർ ദി ചാർജ്, ലെസ്സർ ദി അയോണിക് റേഡിയ.
അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് സബറ്റോമിക് പാർട്ടിക്കിൾ വാസ് ഡിസ്കവേർഡ് ബൈ ബൊംബാർഡ്മെന്റ് ഓഫ് ബെറിലിയം വിത്ത് ആൽഫ പാർട്ടിക്കിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ ആണ്. എന്താണ്? ഡിസ്കവറി ഓഫ് ന്യൂട്രോൺസ് ആണ്. അതായത് ബെറിലിയം 49 ആണ്, അവിടേക്ക് ഹീലിയം He2 ബൊംബാർഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് കാർബൺ 612 കിട്ടി. അപ്പോൾ അറ്റോമിക് നമ്പർ നോക്കൂ, 4ഉം 2ഉം ആയിരുന്നു. നമുക്ക് പ്രൊഡക്റ്റിലും കിട്ടിയത് എന്താണ്? 6 ആണ്. അപ്പോൾ അത് കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ബെറിലിയത്തിൽ എന്താണ്? 9 ആണ്. മാസ് നമ്പർ നോക്കുക, ഹീലിയം 4 ആണ്, വിച്ച് ഇസ് 13. അപ്പോൾ ഇവിടെ എത്രയാണ്? കാർബൺ 612 ആണ്. അതായത് മാസ് നമ്പറിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, 1ന്റെ ഡിഫറൻസ് ഉണ്ട്. അതായത് ഇവിടെ എന്തായിരിക്കും? ഇവിടെ ഒരു ചാർജ്ലെസ് മാസ് ഉള്ള ചാർജ്ലെസ് പാർട്ടിക്കിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാകുക, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? ന്യൂട്രോൺസ്. അപ്പോൾ എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആയിരിക്കും. ഇനി ഒൻപതാമത്തത് എഗെയിൻ ഹൈബ്രിഡൈസേഷൻ്റെ കാര്യമാണ്. ഹൈബ്രിഡൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? നിങ്ങൾക്ക് ജോമെട്രി കണ്ടുപിടിക്കാം. വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് IF7 മോളിക്യൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അയഡിനിൽ വാലൻസ് ഇലക്ട്രോൺ എത്രയാണ്? അയഡിൻ ഹാസ് എ വാലൻസ് ഇലക്ട്രോൺ ഓഫ് 7. ഓക്കെ, അതായത് IF7ൽ 7 സിഗ്മ ബോണ്ട് ആയിരിക്കും അല്ലേ? 7 സിഗ്മ ബോണ്ട് ആയിരിക്കും. 7 ഇലക്ട്രോണ് 7 ഫ്ലൂറിനുമായി ബോണ്ട് ചെയ്തുകൊണ്ട് 7 സിഗ്മ ബോണ്ട് ഫോം ചെയ്യും, വിച്ച് ഇസ് sp3. അങ്ങനെയാണെങ്കിൽ 4 എണ്ണമായി sp3d3 എന്ന് വരും, വിച്ച് മീൻസ് ദ ജോമെട്രി വിൽ ബി വോട്ട്? പെൻറ്റഗണൽ ബൈപിരമിഡൽ. പെൻറ്റഗണൽ ബൈപിരമിഡൽ എന്ന് നമുക്ക് ഓപ്ഷനായിട്ട് പറയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 6 ആണെങ്കിൽ ഒക്ടാഹെഡ്രലായിരിക്കും, 5 ആണെങ്കിൽ ട്രൈഗണൽ ബൈപിരമിഡൽ ആയിരിക്കും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10th question. The ionization enthalpy of boron is slightly less than that of beryllium. എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെറിലിയം നോക്കാം. ബെറിലിയത്തിൻ്റെ കോൺഫിഗറേഷൻ 1s2 2s2 ആണ് അല്ലേ? ഇനി ബോറോണിൻ്റെ ആണെങ്കിൽ 5 1s2 2s2 2p1 ആണ്. എന്തുകൊണ്ടാണ് ഇവരുടെ അയണൈസേഷൻ എൻതാൽപ്പി കുറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ്ലി നമുക്ക് ഷീൽഡിംഗ് എഫക്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇവരുടെ ഓർഡർ എന്തായിരിക്കും? S ഗ്രേറ്റർ ദാൻ P ഗ്രേറ്റർ ദാൻ D ഗ്രേറ്റർ ദാൻ F. നമ്മൾ പറയും D ആൻഡ് F ഓർബിറ്റൽസ് ആസ് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് നമ്മൾ പറയും. പുവർ ഷീൽഡിംഗ് എഫക്റ്റ്. അതുകൊണ്ടാണല്ലോ ലാൻതനൈഡ് കോൺട്രാക്ഷൻ ഒക്കെ F ഓർബിറ്റലിൻ്റെ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കൊണ്ടാണ് അറൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പറയാം ഈ ബോറോണിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവരുടെ ന്യൂക്ലിയർ ചാർജ് ഈ S ഓർബിറ്റൽ നല്ല രീതിയിൽ എന്ത് ചെയ്യും? നല്ല രീതിയിൽ ഷീൽഡ് ചെയ്യും. അങ്ങനെ നല്ല രീതിയിൽ ഷീൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ലെസ് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, Z എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്തായിരിക്കും? ലെസ് ആയിരിക്കും. പക്ഷേ ഇവിടെ ഷീൽഡ് ചെയ്യാൻ ആര് മാത്രമേ ഉള്ളൂ? 1s മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? അയണൈസേഷൻ എൻതാൽപ്പിയും ഡിക്രീസ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? The 2p electrons of boron is more shielded than 2s electron of beryllium. അതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി എന്തായിരിക്കും? കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 11th question. Calculate the number of atoms in 32 gram of oxygen. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് മിക്കവാറും എക്സാമിൽ ചോദിച്ചു വരുന്നതാണ്, മോൾ കോൺസെപ്റ്റുമായി റിലേറ്റഡ് ആയിട്ട്. ഇത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനൊരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പോസ്റ്റ് ചെയ്യാം. എന്തായാലും കണ്ടു നോക്കുക. എല്ലാ ടൈപ്പ് പ്രോബ്ലവും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി 32 gram ഓക്സിജനിൽ നമ്പർ ഓഫ് ആറ്റംസ് ആണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് മോൾസ് ആണ്. അപ്പോൾ 32 ബൈ മോളിക്കുലാർ മാസ് 32 തന്നെയാണ്, വിച്ച് മീൻസ് 1 മോൾ ആയിരിക്കും. 1 മോൾ ആണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. അല്ലെങ്കിൽ എനിക്ക് സിമ്പിളായിട്ട് എന്ത് എഴുതാം? 6.022 ഇൻറ്റു 10⁻23 മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പോൾ ആറ്റംസ് എത്രയായിരിക്കും? ആറ്റംസ് ഒരു മോളിക്യൂൾ ഓക്സിജനിൽ 2 ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലേ? അപ്പോൾ 6.022 ഇൻറ്റു 10⁻23 ആണെങ്കിലോ ഓഫ് കോഴ്സ് എന്തായിരിക്കും? 12.044 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇറ്റ് വിൽ ബി, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓപ്ഷൻ എ ആയിരിക്കും 1.2 ഇൻറ്റു 10⁻24. ഓപ്ഷൻ എ വരും. ഇനി 12th question നോക്കാം. ബൊറാക്സ് ഡിസോൾവ്സ് ഇൻ വാട്ടർ ടു ഫോം ആൽക്കലൈൻ സൊല്യൂഷൻ.
ടു ഫോം ആൽക്കലൈൻ സൊല്യൂഷൻ. വിച്ച് കോമ്പൗണ്ട് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആൽക്കലൈൻ നേച്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നൗ വാട്ട് ഈസ് ബൊറാക്സ്? Na2B4O7 and is treating with what? Water. You will get NaOH plus H3BO3. എന്താണ് H3BO3യുടെ പേര്? ഇതും വേണമെങ്കിൽ ചോദിക്കാം. ഓർത്തോബോറിക് ആസിഡ്. ഓർത്തോബോറിക് ആസിഡ് എന്നാണ് പറയുക. ഇതിനെ നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. 7-2-4 എന്ന് നിങ്ങൾ ബാലൻസ് ചെയ്താൽ മതി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ആൽക്കലൈൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ആൽക്കലൈൻ? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് NaOH. ഓപ്ഷൻ ബി, 12B. 13. Fullerenes are only pure forms of carbon. Which of the following statement substantiate this എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് they have smooth structure without having dangling bonds. ഇവർക്ക് ഡാംഗ്ലിംഗ് ബോൺസ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പ്യുവർ ഫോം ഓഫ് കാർബൺ. ഇത് ഒരു ചോദ്യമാണ്. ഇവിടെ നിന്ന് മിക്കവാറും ചോദിച്ചു വരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എത്ര 6 മെമ്പേർഡ് റിംഗ് ഉണ്ട് ഫുള്ളറീൻസിൽ? ഫുള്ളറീൻ എന്ന് പറയുന്നത് 6 മെമ്പേർഡ് റിങ്ങും 5 മെമ്പേർഡ് റിങ്ങും ഉണ്ടാവും ഫുള്ളറീൻ. ഓക്കെ, അപ്പോൾ 6 മെമ്പേർഡ് റിങ്ങും ഉണ്ടാവും, 5 മെമ്പേർഡ് റിങ്ങും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്ര 6 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും, എത്ര 5 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും എന്നുള്ളതാണ് ചോദ്യം. 26 മെമ്പേർഡ് റിംഗ് ഉണ്ടാവും, അതേപോലെ 12 5 മെമ്പേർഡ് റിംഗ് ഫുള്ളറീൻസിൽ ഉണ്ടാവും. ചോദിച്ചു വരുന്നതാണ്, മനസ്സിലാക്കി വെക്കുക. ഇനി 14. NiCl4- has tetrahedral shape. What is the spin magnetic moment എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Ni എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ വരിക 4s2 3d8 ആയിരിക്കും. അപ്പോൾ Ni2+, NiCl4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? Ni2+ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും? 3d8 ആയിരിക്കും. ഓക്കെ, 3d8 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, വി ഹാവ് ലൈക്ക് ദിസ് 5 എണ്ണം അല്ലേ? 1 2 3 4 5 6 7 8 ഇത്രയും വരും. അങ്ങനെയാണെങ്കിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയായിരിക്കും? ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി അത് വെച്ചാണ് ഞാൻ ഫില്ല് ചെയ്തിരിക്കുന്നത്. അൺപെയ്ഡ് ഇലക്ട്രോൺ എത്രയായിരിക്കും? അൺപെയ്ഡ് ഇലക്ട്രോൺ വിൽ ബി 2. ഇനി നിങ്ങൾ സ്പിൻ മാഗ്നറ്റിക് മൊമെന്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോണ്ട. 2 ആണ് കിട്ടുന്നതെങ്കിൽ എന്തായിരിക്കും? 2.83 ആയിരിക്കും. 1 ആണ് കിട്ടുന്നതെങ്കിൽ 1.73. എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ അത്രയും ആയിരിക്കും ബോർ മാഗ്നറ്റോൺ ഉണ്ടാകുക. ഇവിടെ എത്രയായിരിക്കും അൺപെയ്ഡ് ഇലക്ട്രോൺ? ഇവിടെ 4 ആയിരിക്കും. ഇവിടെ എത്ര? ഇത് കിട്ടണമെങ്കിൽ എന്തായിരിക്കും? 3 ആയിരിക്കും. ഇവിടെയാണെങ്കിൽ 1 ആയിരിക്കും. നമ്മുടെ കേസിൽ അൺപെയ്ഡ് ഇലക്ട്രോൺ 2 ആണ്, ഓപ്ഷൻ ബി ആണ്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇനി 15th ക്വസ്റ്റ്യൻ. ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ദ പാർഷ്യൽ ഹൈഡ്രോളിസിസ് ഓഫ് XeF6 ആണ് പറഞ്ഞിരിക്കുന്നത്. XeF6നെ നിങ്ങൾ ഫുള്ളായിട്ട് ഹൈഡ്രോളിസിസ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് XeO3 ആസ് പ്രൊഡക്റ്റ്. പക്ഷേ നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? പാർഷ്യൽ ഹൈഡ്രോളിസിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യു വിൽ ഗെറ്റ് XeOF4 പ്ലസ് XeO2F2 നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പാർട്ട് 1-ൽ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത പാർട്ട് 2-ൽ നമ്മൾ അടുത്തൊരു 15 ക്വസ്റ്റ്യൻസ് എന്തായാലും ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം. നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം.